ഹായ്, വെൽക്കം ടു ദ സ്റ്റോറി പാണ്ട. ലവ് ലേക്കിങ്ങിൻ്റെ 4th എപ്പിസോഡ് കാണാം. ഇവിടെ കുന്നും ബോയ്സും സംസാരിക്കുകയാണ്. അവർ പറയും, കുൻ, നമുക്ക് ലെഡ്ജർ കിട്ടിയിട്ടില്ലല്ലോ, ബോസ് വരുമ്പോൾ നമ്മൾ എന്ത് ഉത്തരം പറയും, നമ്മൾ ഡൂംഡ് ആയിരിക്കുകയാണ്. കുൻ പറയും, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ലെഡ്ജർ കേയുടെ കയ്യിൽ തന്നെയാണുള്ളത്. അവൻ ആ പെണ്ണിനെ രക്ഷിച്ചുകൊണ്ട് പോയില്ലേ നമ്മുടെ ഇടയിൽ നിന്ന്. അപ്പോഴേ എനിക്ക് സംശയം തോന്നിയത്. നീ ആദ്യം പോയിട്ട് ഞാൻ പറയുന്നൊരു പെണ്ണിനെ കണ്ടുപിടിച്ചിട്ട് വാ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് കെ ബില്ലിയാർഡ്സ് കളിക്കുകയാണ്. അവിടേക്ക് കുൻ വരും. കുൻ വന്നിട്ട് കെയോട് ചോദിക്കും, എന്താ കെ നിൻ്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? ഞാൻ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഞാനിന്ന് കുറച്ച് ഇമ്പൾസീവ് ആയിരുന്നു, അതിന് സോറി, അതെൻ്റെ തെറ്റ് തന്നെയാണ്. എന്നിട്ട് അവൻ ഗൂവിനടുത്തേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്കും കെ ഓടി ഇടയിലേക്ക് കയറി വരും. അപ്പോൾ കുഞ്ഞിനത് ഇഷ്ടപ്പെടുന്നില്ല. കുൻ പറയുന്നുണ്ട്, എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കെ? നമ്മൾ നല്ല ബഡീസ് അല്ലേ, നല്ല സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഷെയർ ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ നിനക്കൊരു അടിപൊളി ഗിഫ്റ്റുമായിട്ടാണ് വന്നേക്കുന്നത്, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൺ ഇൻ തായ് സിറ്റി. അവിടേക്കൊരു പെണ്ണ് വരികയാണ്. ഇന്ന് ഇവളുമായിട്ട് ഫണ്ണാക്കാം കെ. ആ പെൺകുട്ടി വന്നിട്ട് കെയോട് പറയാണ്, കെ എനിക്കും ബില്ലിയാർഡ്സ് കളിക്കണമെന്നുണ്ട്, എന്നെയും പഠിപ്പിച്ചു തരാമോ? അപ്പോൾ കെ പറയും, അതിനെന്താ പഠിപ്പിച്ചു തരാമല്ലോ. അപ്പോൾ ആ പെണ്ണാണെങ്കിൽ ഗൂവിനോട് പറയും, എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ഞങ്ങൾക്ക് കുറച്ച് സ്പേസ് തരാമോ? അവളിങ്ങനെ പോകാനായിട്ട് ഭാവിക്കുമ്പോഴത്തേക്കും കെ അവളുടെ കയ്യിൽ പിടിക്കുകയാണ്. കെ അവളോട് പറയും, ഈ സ്റ്റിക്ക് പിടിക്കുക. അപ്പോൾ മറ്റേ പെണ്ണ് ചോദിക്കുന്നു, എനിക്ക് പഠിപ്പിച്ചു തരാനാണ് പറഞ്ഞത്, അല്ലാതെ അവൾക്ക് പഠിപ്പിക്കാനല്ല. അപ്പോൾ അവൻ പറയും, ശരിക്കും നന്നായിട്ട് വാച്ച് ചെയ്തു, എങ്ങനെയാണ് ഇത് കളിക്കേണ്ടതെന്ന്. എന്നിട്ട് കെ ഗൂവിന് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ മറ്റേ പെൺകുട്ടിയാണെങ്കിൽ ആകെ ദേഷ്യം വന്നിങ്ങനെ നിൽക്കുകയാണ്. കെ അവളോട് പറയും, കണ്ടല്ലോ, ഇങ്ങനെയാണ് ഇത് കളിക്കേണ്ടത്, ഇനി നീ സ്വന്തമായിട്ട് കളിച്ചോ എന്നും പറഞ്ഞ് ആ സ്റ്റിക്ക് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് കുഞ്ഞിനോട് പറയും, കുൻ, നിൻ്റെ ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് ടൂ മച്ചാണ്, അത് നീ തന്നെ വെച്ചോളൂ. അപ്പോഴേക്കും അവരുടെ ബോസ് അങ്ങോട്ടേക്ക് വരികയാണ്. അവരുടെ ബോസിനെ കാണുമ്പോൾ ഗൂവിന് ഇയാളെ മുന്നേ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നും പറഞ്ഞൊരു ഫ്ലാഷ് ബാക്ക് മെമ്മറി ഇങ്ങനെ വരികയാണ്. ബോസ് കെയോട് പറയും, ഓ, ഇതുപോലെയുള്ള പെൺകുട്ടിയെയാണോ ഇഷ്ടം നിനക്ക്? ഞാൻ ഒരുപാട് പെൺകുട്ടികളെ നിനക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നീ ആരെയും ചൂസ് ചെയ്തിട്ടില്ല, എനിക്കിപ്പോൾ നിൻ്റെ ടേസ്റ്റ് മനസ്സിലായി. ബോസ് എന്നിട്ട് ഗൂവിനെ നോക്കിയിട്ട് പറയും, ആക്ച്വലി ഞാൻ നിന്നെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവളിങ്ങനെ പതറിപ്പോവുകയാണ്. കാരണം ഇയാൾ മുന്നേ ആരെയോ കൊന്നിട്ടുണ്ട്, അത് അവളുടെ ആരെയോ ആണ് കൊന്നിട്ടുള്ളത്. അവൾ പെട്ടെന്ന് വാഷ്റൂമിൽ പോവുകയാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് മാറുകയാണ്. വാഷ്റൂമിൽ പോയി നിന്നിട്ട് അവളിങ്ങനെ ആലോചിക്കുകയാണ്, അയാൾ എൻ്റെ അമ്മയാണ് കൊന്നത്, അയാൾ എന്തിനാണ് എൻ്റെ അമ്മയെ കൊന്നത്, അയാളുടെ മുന്നിൽ തന്നെ ഞാനിപ്പോൾ എത്തിപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ബോസ് കുഞ്ഞിനോട് പറയും, എടാ, നിങ്ങൾ തമ്മിൽ ഇന്ന് അവൾക്ക് വേണ്ടിയിട്ട് വഴക്കിട്ടെന്ന് ഞാൻ കേട്ടല്ലോ. കുൻ പറയും, ഏയ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങളിപ്പോഴും ബഡീസ് തന്നെയാണ്. എന്നിട്ട് കേക്ക് ഒരു ഡ്രിങ്ക് ഓഫർ ചെയ്യുകയാണ്. അപ്പോൾ കെ അത് അവിടെ ഒഴിച്ചു കളഞ്ഞിട്ട് വേറൊരു കപ്പ് എടുക്കുകയാണ്. എന്നിട്ട് അവൻ പറയും, മറ്റുള്ളവർ ഒഴിച്ചു തരുന്നത് ഞാൻ കുടിക്കാറില്ല. ഗൂനിയൻ വാഷ്റൂമിൽ പോയിട്ട് പുറത്തേക്ക് വരുന്ന വഴി കുഞ്ഞിനെ മീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കുൻ മറ്റു പയ്യന്മാരുമായിട്ട് അവളെ ഇങ്ങനെ കവറപ്പ് ചെയ്യുകയാണ്. കുൻ പറയും, നീ എന്താ വിചാരിച്ചേ, എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാമെന്നോ? കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഇത്തവണ കേക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഡ്രഗ് ഒഴിച്ചത് ആ വൈനിലല്ല, അവൻ കുടിച്ച ഗ്ലാസ്സിലാണ്. കുൻ പറയും, ഇന്ന് രാത്രി നീ എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ ഹാപ്പി ആയിട്ട് വെക്കാം. അപ്പോൾ ഗു ആണെങ്കിൽ ഇങ്ങനെ നിന്ന് പേടിക്കുകയാണ്. കുഞ്ഞിങ്ങനെ അവളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവൾ പേടിച്ചിട്ട് പറയുകയാണ്, വെയിറ്റ് ചെയ്യ്, നിനക്ക് ആ സാധനം എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കണം, അതല്ലേ? കെ അവൻ്റെ റൈറ്റ് മൈൻഡിലല്ലാത്ത സമയത്ത് ഞാൻ നിന്നെ അത് കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ കുൻ പറയും, എനിക്കത് വേണം എന്നാണോ നിനക്ക് തോന്നുന്നത്? അതേസമയം ഇവിടെ കെ ആണെങ്കിൽ ആകെ ഇങ്ങനെ ഒരു പരിവേഷത്തിലാണ്. കാരണം അവൻ കഴിച്ച ഡ്രിങ്ക്സിൽ ഡ്രഗ് ഉണ്ടായിരുന്നല്ലോ. കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയാണെങ്കിൽ ആ ചാൻസ് മുതലെടുത്ത് അവൻ്റെ കൂടെ ചേരാനായിട്ട് നോക്കുകയാണ്. അവൻ പല പ്രാവശ്യം അവളുടെ കൈയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്, പക്ഷേ ആ പെൺകുട്ടി വിടുന്നുമില്ല. അവൻ എങ്ങനെയൊക്കെ അവളെ പിടിച്ചു മാറ്റി എഴുന്നേറ്റ് നടക്കാൻ പോകുമ്പോഴും അവൻ വീഴുകയാണ്. അപ്പോൾ ഗൂനിയാൻ്റെ പുറത്തേക്കാണ് അവൻ വീഴുന്നത്. അവളാണെന്ന് കാണുമ്പോൾ അവനാകാൻ ഒരാശ്വാസം തോന്നുന്നുണ്ട്. ഗു അപ്പോൾ പറയും, ഞാൻ അവനെ റൂമിലേക്ക് കൊണ്ടുവെക്കോളാം, നീ ട്രബിളിലാവേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും കുൻ അങ്ങോട്ടേക്ക് വരും. കുൻ പറയും, അവരെ പോകാൻ അനുവദിക്കുക. എന്നിട്ട് ഗുവോട് പതുക്കെ പറയും, നീ എന്നോട് പ്രോമിസ് ചെയ്ത കാര്യം എന്തായാലും മറക്കണ്ട. നേരത്തെ ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇവർ സംസാരിച്ചൊരു ഡീലിലെത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തിനാ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്? അപ്പോൾ അവൾ പറയും, കേക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് യാതൊരു താല്പര്യവും ഇല്ല, നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് എന്ന് ഗു പറയും. കുന്നപ്പോൾ പറയും, ഓക്കെ, എന്തായാലും ഞാൻ നിനക്കൊരു ചാൻസ് തരാം, ഇന്ന് രാത്രി തന്നെ നീ അത് എടുത്തു തരണം, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ നിന്നെ വിറ്റേക്കും. ഗു ആണെങ്കിൽ കെയും താങ്ങി പിടിച്ച് റൂമിലേക്ക് പോകുമ്പോൾ ബെഡിൽ കൊണ്ട് കിടത്തണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അവിടെ വീണു പോവുകയാണ്. അവനാണെങ്കിൽ അവളെ വിടുന്നുമില്ല. ആ നേരത്തെ കഴിച്ച ഡ്രഗിൻ്റെ ഒരു ഓവർഡോസ് കാരണം അവനല്ലാതെ തന്നെ ബിഹേവ് ചെയ്യുകയാണ്. അവസാനം അവന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ട്രാക്കറുണ്ട്, അതിലൊരു സൂചി ഉണ്ടായിരുന്നു, അതെടുത്ത് അവൻ്റെ കൈ അവൻ തന്നെ മുറിക്കുകയാണ്. എന്നിട്ട് കെ പറയും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നിന്നെ ഹേർട്ടൊന്നും ചെയ്യില്ല, എന്നെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാനായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി.
അതൊക്കെ കഴിഞ്ഞ് അവൾ പുറത്തേക്ക് വരുമ്പോൾ കുഞ്ഞവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അവളെ കാണുമ്പോൾ കുഞ്ഞ് ചോദിക്കും, എന്തായി, ഞാൻ പറഞ്ഞ സാധനം കിട്ടിയോ? അത് കഴിഞ്ഞ് കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. കെ ഇങ്ങനെ ഉണരുമ്പോഴത്തേക്കും രാവിലെ ആകും. അവൻ കണ്ണുറന്ന് നോക്കുമ്പോൾ ഗൂവിനെ കാണാനില്ല അവിടെ. അവളെ അന്വേഷിച്ച് അവൻ ഇറങ്ങുകയാണ്. അവിടെ ഉള്ളൊരു പയ്യൻ കെയുടെ അടുത്ത് വന്ന് പറയും, കെ, ബോസ് അന്വേഷിക്കുന്നുണ്ട്. ബോസിൻ്റെ റൂമിൽ വരുമ്പോഴത്തേക്കും കുഞ്ഞും അവിടെ ഉണ്ട്. കുഞ്ഞ് കെയോട് പറയും, കെ, ലെഡ്ജർ നിൻ്റെ റൂമിൽ നിന്ന് ഇന്നലെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ കെ തിരിച്ച് ചോദിക്കും, ഏത് ലെഡ്ജർ? അപ്പോൾ കുഞ്ഞുടനെ കൈയടിച്ച് ഗൂവിനെ ഞാൻ അകത്തേക്ക് വിളിക്കുകയാണ്. പറ ഗു, നീ ഇന്നലെ ഈ ഫ്ലാഷ് ഡ്രൈവ് എവിടെ നിന്നാണ് കണ്ടെത്തിയത്? കെയുടെ റൂമിൽ നിന്നല്ലേ? ഉടനെ കെ തിരിഞ്ഞ് ഗൂവിനോടുത്ത് ചോദിക്കും, ഗു, നീ എന്തിനാ എന്നെ ഫ്രെയിം ചെയ്യാനായിട്ട് നോക്കുന്നത്? ഇതെല്ലാം കേട്ടിട്ട് ബോസ് ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എഴുന്നേറ്റ് ചോദിക്കുകയാണ്, കെ, നിന്നെ ഞാൻ നല്ലതുപോലെയല്ലേ ട്രീറ്റ് ചെയ്തത്, എന്നിട്ട് നീ എന്നെ ബീട്രേ ചെയ്തല്ലേ? അപ്പോൾ കെ പറയും, ഇല്ല ബോസ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കുഞ്ഞ് അതിനിടയ്ക്ക് കയറി പറയാണ്, ബോസ് അവനെ ടോർച്ചർ ചെയ്യണം. അവൻ ഇതിനിടയ്ക്ക് കയറി കളിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ചിലപ്പോൾ ഇവൻ പോലീസായിരിക്കും. അപ്പോൾ കെ ആകെ ദേഷ്യത്തിൽ പറയാണ്, ഞാനൊരു പോലീസായിരുന്നെങ്കിൽ ഈ ലെഡ്ജർ എൻ്റെ റൂമിൽ അങ്ങനെ ഇട്ടേക്കുമായിരുന്നു. നിങ്ങൾക്ക് എളുപ്പം കണ്ടുപിടിക്കാനായിട്ട് ഞാൻ അവിടെ വെച്ചേക്കുമെന്ന് തോന്നുന്നുണ്ടോ? കുഞ്ഞ് പറയും, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ബോസ് നിന്നെ വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. അവളപ്പോൾ കുഞ്ഞിനോട് പറയും, ഞാൻ നീ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട്, ഫ്ലാഷ് ഡ്രൈവ് കണ്ടെത്തി തന്നിട്ടുണ്ട്, ഇനി എന്നെ പോകാൻ അനുവദിക്കുമോ? അപ്പോൾ ബോസ് ഉടനെ ഇടയ്ക്ക് കയറി പറയാണ്, പോകാൻ അനുവദിക്കുമെന്നോ? നിന്നെ ആരാ ഇവിടെ നിന്ന് പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് പറ്റിച്ച്? അപ്പോൾ ഉടനെ കുഞ്ഞിനോട് പറയാണ്, നീ എന്നോട് കള്ളം പറയുമായിരുന്നല്ലേ? നീ പറഞ്ഞതുപോലെ ഞാൻ കെയുടെ റൂമിൽ ഈ ഫ്ലാഷ് ഡ്രൈവ് കൊണ്ടുവച്ചു, എന്നിട്ടിപ്പോൾ എന്നെ പുറത്ത് വിടില്ല എന്നാണോ പറയുന്നത്? അപ്പോൾ കുഞ്ഞായി ദേഷ്യപ്പെടുകയാണ്, ഇവളെന്താ കളിക്കുകയാണോ? എന്ത് നോൺസെൻസ് ആണ് നീ ഈ പറയുന്നത്? ഉടനെ കെയും കയറി പറയുകയാണ്, അപ്പോൾ നീയാണ് അവളെ കൊണ്ട് ഫ്ലാഷ് ഡ്രൈവ് എൻ്റെ റൂമിൽ വെപ്പിച്ചതല്ലേ? കുഞ്ഞും ആകെ ദേഷ്യം വരികയാണ്, കെ, നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? ഉടനെ ബോസ് കയറി ഇടപെടുകയാണ്, നിങ്ങൾ രണ്ടുപേരും ആർഗ്യൂ ചെയ്യാതിരിക്കുക, ഈ ഫ്ലാഷ് ഡ്രൈവിനകത്തുള്ള ചിപ്പ് മിസ്സിംഗ് ആണ്. ഉടനെ കുഞ്ഞാകെ ദേഷ്യപ്പെടുകയാണ് കെയോടും അവളോടും. ഓ, അപ്പം നിങ്ങൾ രണ്ടും കൂടി ഒത്തു കളിച്ച് എന്നെ ട്രാപ്പിലാക്കാൻ നോക്കുകയാണല്ലേ? അവൻ ആകെ ദേഷ്യം വന്നിട്ട് അവൻ്റെ പോക്കറ്റിലിരുന്ന ഒരു കത്തിയെടുത്ത് ഗുവിൻ്റെ നേരെ എറിയുകയാണ് അവൻ. പക്ഷേ കെ വന്നത് ഉടനെ കൈവച്ച് പിടിക്കും. ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ബോസ് പറയും, നിർത്ത്, ഫൈറ്റിംഗ് നിർത്ത്. കുഞ്ഞ് പറയും, ബോസ്, ഇവർ രണ്ടും കൂടി ചേർന്ന് എന്നെ ട്രാപ്പിലാക്കാൻ നോക്കുന്നതാണ്. ഇവള് ചില്ലറക്കാരിയൊന്നുമല്ല, അവളെ ചുമ്മാ വെറുതെ വിടരുത്. അപ്പോഴത്തേക്കും കേക്കാകെ ദേഷ്യം വന്നിട്ട് കെ പറയും, എടാ, എൻ്റെ ആളെ എനിക്ക് ഡിസിപ്ലിൻ ചെയ്യാനായിട്ട് അറിയാം, നീ അതിൽ ഇടപെടാനായിട്ട് വരണ്ട. കെ അവളെ അവിടെ നിന്ന് എടുത്ത് പൊക്കിയെടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ കുഞ്ഞ് ബോസിനോടുടനെ പറയുകയാണ്, ബോസ്, അവളെ ഈ ഐലൻഡ് വിടാനായിട്ട് അനുവദിക്കരുത്. അവൻ അവളോട് പറയും, ഡോക്ടർ ഗു, നീ നന്നായിട്ട് തന്നെ അഭിനയിച്ചു. ആക്ച്വലി ഇന്നലെ രാത്രി കെ പറഞ്ഞിട്ടാണ് അവൾ ആ ഫ്ലാഷ് ഡ്രൈവ് എടുത്ത് കുഞ്ഞിന് കൊടുക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്നിട്ടുള്ള ഒരു ഒത്തുകളിയായിരുന്നു അത്. കെ അവളോട് ചോദിക്കും, എല്ലാ ബ്യൂട്ടിഫുൾ പെൺകുട്ടികളും ഇതുപോലെ ആക്ടിങ്ങിൽ അടിപൊളിയാണോ? അപ്പോൾ അവൾ തിരിച്ച് ചോദിക്കും, അപ്പോൾ നീ പറയുന്നത് ഞാൻ ബ്യൂട്ടിഫുൾ ആണെന്നാണോ? അവൾ ചോദിച്ചതിന് അവനൊരു മറുപടിയും കൊടുക്കുന്നില്ല. അവളെന്നിട്ട് പറയും, ആക്ച്വലി നീ ഒരു നല്ല പേഴ്സൺ ആണോ അതോ ബാഡ് പേഴ്സൺ ആണോ? അപ്പോൾ അവൻ ചോദിക്കും, അത് മാറ്റർ ചെയ്യുന്നുണ്ടോ? അവൾ പറയും, അത് മാറ്റർ ചെയ്യുന്നുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരുപാട് മാറ്റർ ചെയ്യുന്നുണ്ട്. കെ ഹാപ്പി ആയിട്ട് പറയാണ്, ഡോക്ടർ ഗു, നീ എന്നെ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് ഞാൻ ആ ഫേവർ നിനക്ക് തിരിച്ചും റിട്ടേൺ ചെയ്യണം. അവൻ പറയും, ഞാനിന്ന് ഡീലിന് പോകുമ്പോഴത്തേക്കും നിനക്ക് ബാക്ക് ഹില്ലിലേക്ക് പോവാം, അവിടെ നിന്നെ കാണാനായിട്ട് ഒരാൾ വരും, അയാളുടെ കൂടെ നീ പൊക്കോ. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ നടന്നതെല്ലാം നീ മറന്നാളല്ലോ. എന്നെ ഇവിടെ നിന്ന് പോകാനായിട്ട് സഹായിച്ചാൽ നീ ഡേഞ്ചറിലാവോ? അപ്പോൾ കെ ചോദിക്കും, നീ എന്നെക്കുറിച്ച് ഓർത്ത് വറി ചെയ്യുകയാണോ? അപ്പോൾ അവളൊന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടിട്ട് അവൻ വീണ്ടും ചോദിക്കും, പറ, എന്നെക്കുറിച്ച് ഓർത്ത് വറി ചെയ്തതാണോ? അവൾ പറയും, അതല്ല, നീ വെറുതെ ഓവർ തിങ്ക് ചെയ്യേണ്ട. അപ്പോൾ കെ വിടുന്നില്ല. അവൻ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, ശരിക്കും ആണോ, എന്നെക്കുറിച്ച് വറി ചെയ്തതല്ലേ? അവൾ പറയും, അല്ല, ഒരിറ്റ പോലും വറി ചെയ്തില്ല. അപ്പോൾ അവൾ പറയും, ഏയ് ഇല്ല. അവൻ വീണ്ടും ചോദിക്കും. അപ്പോൾ അവൾ പറയും, ആ അതെ. അപ്പോൾ അവൻ പറയും, എന്നെക്കുറിച്ച് ഓർത്ത് വറി ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ നിൻ്റെ മനസ്സിൽ എന്നോട് എന്തെങ്കിലും ഫീലിങ്സ് തോന്നിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് മറന്നു കളഞ്ഞേക്ക്. കാരണം നിൻ്റെ ജീവിതവും എൻ്റെ ജീവിതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അവൾ പറയും, നീ അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നിന്നെക്കുറിച്ച് ഓർത്ത് വറി ചെയ്യത്തില്ല. അന്ന് രാത്രി അവളെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് വേറൊരു റൂമിലേക്ക് കൊണ്ടുപോകും. അവൻ അവളോട് പറയും, കെ നിന്നെ എനിക്ക് തന്നേക്കുകയാണ്, നേരത്തെ നീ അവിടെ ബോസിൻ്റെ മുന്നിൽ പറഞ്ഞതിനൊക്കെ നിനക്ക് ഞാൻ തരുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ അതിശയിച്ച് നോക്കുകയാണ്, കെ ഇങ്ങനെയൊക്കെ ചെയ്തോ എന്നും പറഞ്ഞിട്ട്. ഇതോടെ ഈ എപ്പിസോഡ് കഴിയാണ്. നെക്സ്റ്റ് എപ്പിസോഡിനായി കാത്തിരിക്കുക. സ്നേഹത്തോടെ സൈനിങ് ഓഫ്. ദ സ്റ്റോറി പാണ്ട.